26 ASും ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റും ഒന്ന് തന്നെയാണോ? അല്ല. 26 AS എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഫോമാണ്. അതിനുണ്ടായിരുന്നത് നമ്മളുടെ ആനുവൽ ടാക്സ് ക്രെഡിറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നമ്മളുടെ ആനുവൽ ടാക്സ് ക്രെഡിറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ബീറ്റ വേർഷൻ നമുക്ക് ഫിനാൻഷ്യൽ ഇയർ 1920 ഇൻകം ടാക്സിന്റെ സൈറ്റിൽ നിന്നും പുതിയ പോർട്ടലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന്റെ ബീറ്റ വേർഷൻ കഴിഞ്ഞ് ഒറിജിനൽ ആയിട്ടുള്ള വേർഷൻ ഉടനെ തന്നെ വരും. നമ്മൾ എന്താണ് നോക്കേണ്ടത്? ആ സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമ്മളുടെ ടാക്സ് റിട്ടേണിൽ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെ ഇൻഫർമേഷൻസ് ടാക്സ് റിട്ടേൺസിൽ ഇൻക്ലൂഡ് ചെയ്യണം, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ നമ്മളുടെ ടാക്സ് റിട്ടേൺസിൽ റിഫ്ലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ അത് മിസ്മാച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നോട്ടീസസ് വരും മിസ്മാച്ചിന് കാരണം ചോദിച്ചുകൊണ്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് മാച്ച് ചെയ്യുന്നത് പോലെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പറ്റുന്നത്? അപ്പോൾ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്നുള്ളത് നമുക്കറിയണം. ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് റൂൾ നമ്പർ 114I റൂൾ നമ്പർ 114I നമ്മുടെ 26 ASൽ നിന്നും ചെറിയ ഡിഫറൻസ് ഉള്ളത് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് 6 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇൻഫർമേഷൻ ആണ്. നമുക്ക് ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുകയാണ് ഈ ഇൻഫർമേഷൻ ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ റിട്ടേൺ ഇതുമായിട്ട് മാച്ച് ചെയ്യാം, മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളുടെ ടാക്സ് ഡിഡക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ടാക്സ് കളക്ട് ചെയ്തിരിക്കുന്നത് TDS ഓർ TCS ഇതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനാണ് ഒന്ന്. അപ്പോൾ നമ്മളുടെ TDS ആ ഫിനാൻഷ്യൽ ഇയറിൽ എത്ര TDS വന്നിട്ടുണ്ട്, എത്ര TCS വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പുതിയ 26 AS ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. അപ്പോൾ TDSന്റെയും TCSന്റെയും നമ്മളുടെ കയ്യിലുള്ള ഡേറ്റയുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത് നോക്കണം. ചിലപ്പോൾ ഡിഡക്ടർ വരുത്തിയിരിക്കുന്ന മിസ്റ്റേക്സ് ആകാം. അങ്ങനെയാണെങ്കിൽ ഡിഡക്ടറുടെ അടുത്ത് പോയത് കറക്റ്റ് ചെയ്യണം. രണ്ടാമത്തേത് സ്പെസിഫൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ്. 14 സ്പെസിഫൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ട്. ആ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ഇമ്മോബിൾ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുകയോ സെയിൽ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ 30 lakhsൽ കൂടുതലാണെങ്കിൽ ആ ഇൻഫർമേഷൻ അവിടെ കാണും. അപ്പം സ്പെസിഫൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, ബാങ്ക് ഡെപ്പോസിറ്റ്സിനെ കുറിച്ചും ഉള്ളതൊക്കെ അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ഈ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ കാണും. അടുത്തത് ടാക്സ് പേ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അഡ്വാൻസ് ടാക്സ് കൊടുത്തു, സെൽഫ് അസസ്മെന്റ് ടാക്സ് പേ ചെയ്തിട്ടുണ്ട്, അതിനുള്ള ആ ഡേറ്റും അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം, എമൗണ്ട് എത്രയാണെന്നുള്ളതെല്ലാം ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അടുത്തത് നമുക്ക് റീഫണ്ട് ഉണ്ടെങ്കിൽ, നമ്മൾ ഏതെങ്കിലും റീഫണ്ട് നമുക്ക് ആ ഫിനാൻഷ്യൽ ഇയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് എന്നാണ്, അതിൻ്റെ എമൗണ്ട് എത്രയാണ്, അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ള ഇൻഫർമേഷൻ കാണും. അതുപോലെ ഡിമാൻഡ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ടാക്സിൻ്റെ ഡിമാൻഡ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ കാണും. അപ്പോൾ പഴയ 26 ASൽ ഈ ഡിമാൻഡിനെ കുറിച്ചുള്ളത് വരാറില്ലായിരുന്നു. അപ്പോൾ ഇനി മുതൽ ഈ ഡിമാൻഡും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളതാണ് ഒരു ഡിഫറൻസ്. അടുത്തത് 26 ASൽ, പഴയ 26 ASൽ ഇല്ലാത്ത ഒരെണ്ണം പുതിയ 26 ASൽ വരുന്നതാണ് പെൻഡിങ് പ്രൊസീഡിങ്സ്. ഇൻകം ടാക്സുമായിട്ട് ആ വർഷത്തെ ഏതെങ്കിലും പെൻഡിങ് പ്രൊസീഡിങ്സ് നിൽക്കുന്നുണ്ടെങ്കിൽ, ആ വർഷം നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ കാണും. അപ്പം നമുക്ക് എന്തെങ്കിലും പ്രൊസീഡിങ്സ് പെൻഡിങ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട് നമ്മൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നും നോക്കേണ്ട കാര്യമില്ല. ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ അതിൻ്റെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടും എന്നുള്ളതുകൊണ്ട് വളരെ സൗകര്യമായിരിക്കും. അടുത്തത് കംപ്ലീറ്റഡ് പ്രൊസീഡിങ്സ്. ഇനി പ്രൊസീഡിങ്സ് എല്ലാം തീർത്തു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷനും ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ കാണും. ഇത് ഇൻഫർമേഷനാണ്, ടാക്സ് മാത്രമല്ല, ഇത് ഇൻഫർമേഷനാണ്. അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള നമ്മളുമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊസീഡിങ്സിന്റെ ഡേറ്റയും അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. നേരത്തെ ടാക്സിന്റെ ഡേറ്റ മാത്രമായിരുന്നു, ഇപ്പോൾ ട്രാൻസാക്ഷൻസ് അവൈലബിൾ ആയിരിക്കും. ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ഇൻകം ഒന്നുമല്ല, ഇൻകം ആകണമെന്നില്ല, ഇൻകം ആകാം, ഇൻകം ആകണമെന്നില്ല. അതുപോലെ തന്നെ അതാണ് സ്പെസിഫൈഡ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് നടന്നതുകൊണ്ട് അതെല്ലാം നമ്മളുടെ ഇൻകം ആകണമെന്നൊന്നുമില്ല, അതൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ ആ ഇൻഫർമേഷനാണ് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ വരാൻ പോകുന്നത്. ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ അത് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ അത് പോർട്ടലിൽ വന്നിട്ടുള്ളത് ബീറ്റ വേർഷൻ
കഴിഞ്ഞ വർഷത്തേതാണ്, 1920-ലേതാണ്, 2021 ഉടനെ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ട്രാൻസ്പെറൻ്റ് ആകും സിസ്റ്റം. നമുക്ക് എങ്ങനെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ക്ലാരിറ്റി കിട്ടും.